വൈകുന്നേരമായി പിന്നെ അമ്മയേട്ടനും വടകര ടൗൺ വരെ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനും അമ്പാടിയും ചാടിക്കയറി വണ്ടിക്കകത്ത് കയറി കേട്ടോ. അങ്ങനെ നമ്മൾ കൊലച്ചന്ത വഴി നേരെ പോയിട്ടുള്ളത് വടകര സ്റ്റോറിലേക്കായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് വേണ്ട മാറ്റും അതിന്റെ കൂട്ടത്തിൽ വെള്ളം അരിക്കാനുള്ള കുറച്ച് വലിയ അരിപ്പയും വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മേന്റെ പുറകെ വാലാലെ ഞാനും നടന്നു കേട്ടോ. ആ ഒരു ഗോഡൌണിൽ കണ്ട പാത്രങ്ങളൊക്കെ ഞാനും അമ്മയും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഒരു വെള്ളയും കറുപ്പുമായിട്ടുള്ള ചീനച്ചട്ടി, അതിന്റെ ക്യൂട്ട്നെസ് കണ്ടേ പിന്നെ അത് നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മഞ്ഞ പ്ലേറ്റ് ഞാൻ എടുത്തു, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറെ നാളായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ ഈ ഒരു സംഭവം. അതായത് കിച്ചണിലുള്ള മഞ്ഞപ്പൊടി, മുളക് പൊടി എല്ലാം ഇട്ട് വെക്കുന്ന ഒരു പാത്രം. അത് പക്ഷെ എനിക്കത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല, അത് അവിടെ തിരിച്ചു വെച്ചു കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങൾ അമ്മയും എടുത്തു. ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് ജിയോ മാർട്ടിലേക്കായിരുന്നു. അങ്ങനെ എനിക്ക് വേണ്ട കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ജീരകം, അങ്ങനെ വേണ്ട സാമഗ്രികളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മസാലപ്പൊടികളൊക്കെ വേണമായിരുന്നു, അതൊക്കെ എടുത്തു. അങ്ങനെ അമ്മയ്ക്ക് വേണ്ട ശർക്കരയും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അമ്മ എടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ടുള്ള ഒരു തട്ടുകടയിലായിരുന്നു. അങ്ങനെ അവിടുന്ന് നല്ല ചൂട് പൊറാട്ടയും ചിക്കനും മേടിച്ച് തിരിച്ച് വീട്ടിൽ പോകാൻ വീട്ടിലെത്തിയവിടെ അമ്പടിയുടെ പുതിയ പ്ലേറ്റ് ഒക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്.